ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ചക്കപ്പുട്ടാണ്. ചക്കപ്പുട്ടെന്ന് പറഞ്ഞാൽ ചക്കപ്പഴം പുട്ടാണ് ഉണ്ടാവുക. അപ്പൊ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ വിട്ടു വരുന്നൊരു ഓർമ്മയൊക്കെയാണ്. എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും. ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് വരുന്നത്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആകെ ബോറടിച്ചിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് ചക്കപ്പഴം ഇരിപ്പുണ്ട്. ചക്കപ്പഴം കൊണ്ട് 4 മണിക്കൊക്കെ അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ പുട്ടുണ്ടാക്കാലോ. അങ്ങനെ പുട്ടുണ്ടാക്കാന്നുള്ള ഒരു ചിന്തയിലാട്ടോ. 4 മണിയൊന്നും അല്ല ഇപ്പം. അപ്പം ചുമ്മാ 4 മണിക്ക് കഴിക്കാലോ, അപ്പം ഉണ്ടാക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ചക്കപ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ചക്കയൊക്കെ ഇങ്ങനെ ഇതാ ഒരു കുനൂനാന്നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് ഇവിടെ എനിക്ക് തിരിഞ്ഞു പോകണമെന്നറിയാം. ചിരകിന്നും ചിരണ്ടിന്നൊക്കെ പറയും. ഇടുക്കിയിലെയും തൃശ്ശൂരിന്റെ ഒരു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു ഇത് വരുന്നതുകൊണ്ടാട്ടോ തെറ്റി പോകുന്നത്. പിന്നെ ഞാനിത് കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്തിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ എനിക്ക് ഈ ഒരു ഇതൊക്കെ കാണുമ്പം, ഇല്ലെങ്കിൽ ഈ നല്ല മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അറിയാം. നമ്മൾ ചക്കപ്പൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം തെറ്റിപ്പോവാണല്ലോ നിർത്ത്. അയ്യോ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ചക്കപ്പുട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ മൊത്തം ഞാൻ പറഞ്ഞു കൊളാക്കുള്ളൂ. അപ്പൊ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് ചക്കപ്പുട്ട് ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ നമുക്കിനകത്തിട്ട് ഈ പൊടിയിലേക്ക് കൊണ്ട് ചക്ക ഞാൻ ഇടുകയാണേ. ചക്ക ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു. ഒരു കാര്യം മറന്നു, ഞാൻ ജീരകം പൊടിച്ചു വെച്ചില്ല. അപ്പൊ ജീരകം വേണ്ട ഇന്ന് കേട്ടോ, അത് നിങ്ങൾ ചേർത്തു. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എന്നിട്ട് നമ്മളിങ്ങനെ നനച്ചെടുക്കുകയാണ്. നല്ല അരിപ്പൊടി കേട്ടോ, അരിപ്പൊടി വറുത്ത് പൊടിച്ച് എടുത്തേക്കുന്നതാണേ. അപ്പൊ നമ്മളിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചെമ്പിൽ വെച്ചിട്ടാ. പക്ഷെ ഞാനിവിടെ എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അങ്ങനെയല്ല, പുതിയ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടാണ്. എന്താ, ചിരട്ടയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇത് എല്ലാരും കഴിച്ചിട്ടുണ്ടാവും, ഇടുക്കിക്കാർ പൊതുവെ കഴിച്ചിട്ടുണ്ടാവും. ഞാനിത് അല്ലാതെ ഇടുക്കിക്കാർക്ക് അല്ലാതെ ഉണ്ടാക്കുന്നത്. ഇത്തിരി ഏലക്കായും ജീരകവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഏലക്കായ ഇല്ല. പിന്നെ ജീരകവും ഞാൻ പൊടിക്കാൻ വിട്ടു. അപ്പൊ അതിന്ന് വേണ്ട. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, ഇല്ലാതെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അതിലേക്ക് ഇതാ വാരി വെക്കണം. ചിരട്ട കണ്ടോ, ചിരട്ടയിലേക്ക് നമ്മൾ വാരി വെക്കുകയാണ് ചിരട്ടപ്പുട്ട്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു സംഭവം തന്നെ റേഷനറി ഉണ്ടാക്കിയ ചിരട്ടപ്പുട്ടിന്റെ തന്നെ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ഇടുക്കി ഡാമിന്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം കേട്ടോ. കയറി എല്ലാരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ. അപ്പൊ നമ്മളിതാ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് വെക്കുകയാണേ. ആവി വന്നിട്ടില്ലല്ലോ, ആവി വരട്ടെ അല്ലേ, ആവി വരട്ടെ. വന്നിട്ടുണ്ട് നന്നായിട്ട് ആവി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ തുളച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തുളച്ച് വെച്ചതിൽ ഞാൻ ഇറക്കി വെക്കുകയാണേ. ആഹാ, അവിടെ ഇരുന്നല്ലോ. ചിലപ്പോ അതങ്ങ് മറിഞ്ഞു പോവായിരുന്നു. എന്തായാലും ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ആവി ഇങ്ങനെ പൊങ്ങി വരണമല്ലോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒന്നുകൂടെ പറയണേ, ചക്കപ്പുട്ട് ചെറുപ്പകാലത്ത് കഴിച്ചവരൊക്കെ എന്നോടൊന്ന് പറയണേ, ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് പറയണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പൊ ഇതില് ചെറിയ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പോയി നമുക്ക് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൽ നമുക്ക് റെഡിയാക്കാം. ഈ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് വെക്കാം. പിന്നെ ഞാനുണ്ടല്ലോ ഈ ചക്കപ്പുട്ടിലല്ല, നമ്മളുടെ ഇടുക്കിയിലുള്ള എത്ര പേര് കഴിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല. ചക്കക്കുരു മഴക്കാലത്ത് വറുത്ത് ഇടിച്ച് ഉരലിലേക്ക് ഇടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാവില്ലേ? കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാന്താരിയൊക്കെ കൂട്ടി വറുത്ത്, ഉപ്പും കാന്താരിയൊക്കെ കൂട്ടി വറുത്ത് കഴിച്ചിട്ടില്ലേ? അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിലെ അമ്മ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഇങ്ങനെ പശു ഉണ്ടായിരുന്നു, പശുവിന്റെ പാലൊക്കെ ഇട്ട് ചായയൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വിൽക്കുമായിരുന്നു. ചക്കപ്പുട്ടും ചക്കക്കുരു ഇടിച്ച് ഉരലിലൊക്കെ ഇടിച്ച്, അത് ചക്കക്കുരു പിന്നെ എന്താ തേങ്ങയും ശർക്കര ഇട്ടിടിച്ച് കഴിച്ചിട്ടില്ലേ? അടിപൊളിയല്ലായിരുന്നു. എനിക്കതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ ഭയങ്കര കൊതിയാണ്.
ഇവിടെ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിലൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പൊ ചക്ക പഴുത്തു. ചക്കക്കുരു ഒക്കെ കുറച്ച് കിട്ടാറുള്ളൂ. ഞാൻ പരമാവധി ഒന്നും കളയാറില്ല കേട്ടോ. അതുണ്ട് നമ്മുടെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മിടുക്കനായിട്ട് അവിടെ ഇരിപ്പുണ്ടേ. ഇഷ്ടായോ? ആഹാ, എന്താ ആവി വരുന്നേ. ഇനിയൊരു നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കിട്ടിയാല് പൊളിയായിരിക്കും അല്ലേ. ഇടുക്കിയിൽ അങ്ങനെ ചക്കയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കയുടെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അതൊരു ഇടുക്കിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് എടുക്കാം അല്ലേ. കൈ കൊള്ളോന്നറിയില്ല, ആവി ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് എടുക്കാട്ടോ. ൂന്നൊരൊച്ചയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് തുറക്കാം. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇത് നല്ല മഞ്ഞ കളറുള്ള ചക്കയല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ മഞ്ഞക്കളർ കുറവായിട്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറൊരു ചക്കപ്പുട്ടൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. വേറൊരു തരത്തിലും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നാളികേരൊക്കെ വാരിയിട്ടു. പിന്നെ കുറച്ച് പൊടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിടാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചക്ക ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടെ ഞാനിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കും. ഇതാ പിന്നെ എല്ലാം ഇഷ്ടം കേട്ടോ. കണ്ടോ? നമ്മളിങ്ങനെ വീണ്ടും ഒന്നുകൂടി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ഇതിന്റെ മേളില് ഒക്കെ ഇട്ട് കൊടുക്കാം. വെറുതെ ഒരു വെറൈറ്റിക്ക് കുറച്ച് ചക്കയും കൂടെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. നന്നായിട്ട് ആവി കയറണം. ചക്ക തന്നെ വേകണമല്ലോ. ചക്കപ്പഴം വേകാനുള്ള ആവി നന്നായിട്ട് കയറണേ. എന്റെ ചിരട്ട എവിടെ കണ്ടില്ലല്ലോ. വീണ്ടും നമ്മളിവിടെ അടച്ചു വെച്ചു. സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അവനും കൂടി ഒന്ന് റെഡി ആയിട്ട് കാണാം. പിന്നെ നല്ല മഞ്ഞ ചക്കയിലും നല്ല കളർഫുള്ളായിട്ടിരിക്കും കേട്ടോ. നല്ല പഴുത്തെ. ഇവിടെ അത്രയും അത് കിട്ടാറില്ല. കുറച്ച് നിറം കുറഞ്ഞ ചക്കയൊക്കെ കിട്ടാറുള്ളത്. വീണ്ടും ഇതാ നമ്മുടെ ചക്കപ്പുട്ട്. അവനങ്ങനെ ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുറന്നെടുക്കാം. ഇതിങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ വെന്തിട്ടൊക്കെ ഉണ്ട്. നമ്മള് ഇതുണ്ടോ വേവായിട്ടുണ്ട്. അതിന് നമ്മൾ വിടുവിടുവാണ് ഉണ്ടോ. ഇത് പിന്നെ ഇതിനെ ഇടയ്ക്കൂടെ ഒരെണ്ണോടെ വെച്ചു കൊടുത്താൽ രസമായിരിക്കും അല്ലേ. നല്ല കളറായിട്ടിരുന്നോളൂ. ഞാൻ അങ്ങനോടെ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് നമ്മൾ ചക്ക വരട്ടി വെച്ചേക്കുന്ന കേട്ടോ. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പണി എന്ന് പറയുന്നത്. അയ്യോ താഴ്പോയി. ഇതുണ്ടോ, ഇഷ്ടല്ലേ ചക്ക വരട്ടി? നല്ല ഇതൊക്കെ നമ്മളുടെ ഒരു ചെറുപ്പത്തിലെ ഒരു ഓർമ്മയാണ്, ചക്ക വരട്ടിയതും. നമ്മളുടെ ചക്കപ്പുട്ടൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ അന്ന് സുർക്കയിലിട്ടൊരു ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സുർക്കയിലിട്ട് വെച്ചേക്കുന്നതാണേ ചെറിപ്പഴം. അപ്പൊ അത് കാണാത്തവരുണ്ടെന്ന് കാണാം കേട്ടോ. ഇതിനി നമുക്ക് അടുത്ത വർഷത്തേക്ക് എടുക്കാവേ. ഇത് അടിപൊളിയായിരിക്കും. പിന്നെ എന്റെ ഒരു വെറൈറ്റി സംഭവം ഇതുണ്ടോ, നമ്മളുടെ കന്നാരച്ചക്കയാണ്. ഇത് പൈനാപ്പിളിന്റെ കണ്ടോ ഉണങ്ങാണ്ടിരിക്കുന്നത്. വെറുതെ ഒരു രസത്തിന് വെച്ചേക്കുന്ന അടുക്കളയിൽ വെച്ചേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ചക്കപ്പുട്ട് റെഡി. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കട്ടൻ ചായ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു പിടുത്തം പിടിച്ചാലോ. അപ്പൊ നിങ്ങള് വേഗം പോയിട്ട് ചക്കപ്പഴമൊക്കെ എടുത്ത് ചക്കപ്പഴം പുട്ടൊക്കെ ഉണ്ടാക്കിക്കോട്ടോ. വെറുതെ ഇരിക്കുകയല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ. പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കാണുമല്ലോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മൊത്തം ഇട്ട് ഈ ഇളക്കി ഉണ്ടാക്കിയില്ലേ, അതിലും ടേസ്റ്റ് തോന്നുന്നത് ഇതിനാട്ടോ. ഇങ്ങനെ ലെയറായിട്ട് വെച്ചില്ലേ. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നപ്പം നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഈ നാളികേരവും ചക്കയും ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് പൊട്ടിച്ചൊഴിക്കുമ്പം ഇതെനിക്ക് ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ. അതാ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. പഴത്തിന് പകരം കുഴയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കുഴച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ പ്രത്യേക ടേസ്റ്റ് ഒന്നും പറയുന്നില്ല.
എനിക്കറിയില്ല, ഞാനെന്റെ ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും കഴിക്കുന്ന കേട്ടോ. അപ്പൊ മീനാക്ഷി ഇവിടെ നോക്കി വെറുതെ നിൽക്കുകയാണ് ഞാൻ കഴിക്കുന്നതൊക്കെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.